പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇപ്പോൾ അത് തന്നെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. രേണു സുധിയെ വീണ്ടും എയറിലാക്കിയിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ. അതായത് രേണു സുധിയുടെ വീട് ഉണ്ടല്ലോ, പുതിയ വീട്. അപ്പോൾ ആ പുതിയ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ നമ്മൾ ഒരുപാട് ന്യൂസാണ് നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണല്ലേ കുറ്റം പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ 2 ഭാഗത്ത്, അതായത് ഈ വീട് വെച്ച് കൊടുത്ത അവരും അതുപോലെ തന്നെ രേണു സുധിയുടെ വീട്ടുകാരും, ഇവരുടെ 2 പേരുടെയും ന്യായീകരണങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ 2 പേരും മാത്രം ഇരുന്ന് ചർച്ച ചെയ്ത് എന്താണ് ഒരു ഉത്തരം കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളാണ് ഇവർ പുറത്തേക്ക് വിട്ട് ആകെ വഷളാക്കിയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രേണു സുധിയുടെ വീട്ടിലിപ്പോൾ നിൽക്കുന്ന അച്ഛനായാലും കൂടെ നിൽക്കുന്ന അച്ഛനായാലും അമ്മയായാലും പ്രായമായവരാണ്. അവരെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കമൻസാണ് എൻ്റെ ദൈവമേ. അവർ ആ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിടണം അങ്ങനെ ഇങ്ങോട്ട്. നിങ്ങൾ ഇപ്പോൾ അവരെ പറഞ്ഞല്ലോ, അവർ വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വീട് മോക്ക് കിട്ടിയപ്പോൾ മോളുടെ കൂടെ അവർ വന്ന് നിന്നേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ രേണു സുധിയുടെ അച്ഛൻ എന്ന് പറയുന്ന അയാൾ ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ അവർ എന്തെങ്കിലും അവരുടെ കാര്യങ്ങളാണ്. അവരെല്ലാം അവർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒന്നും പറയില്ലല്ലോ. അവരും ആ വീടെടുത്തു കൊടുത്ത ആൾക്കാരും തമ്മിലുള്ള പ്രശ്നം എന്താണ് കൂടുതൽ നമുക്കറിയില്ല. അവർ പറയുന്നത് അയാളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. രേണു സുധി പറഞ്ഞത് വീടിന് ചോർച്ചയുണ്ട് എന്നാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ സാധനങ്ങളും ഫാനായാലും അങ്ങനെയൊക്കെ പൊട്ടി വീണു എന്നോ അങ്ങനെയൊക്കെയുള്ള ന്യൂസൊക്കെ കണ്ടു. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വീട് എടുത്ത സമയത്ത് ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ രേണു സുധി എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീടെടുത്താൽ നമ്മൾ എടുത്തു കഴിഞ്ഞ സമയത്ത് നമുക്കെല്ലാം ഹൈ ക്വാളിറ്റി ഒക്കെ ആയിട്ട് തോന്നും. പക്ഷേ പിന്നീടാണ് നമ്മളെ വീടിന് ചേർത്തിരിക്കുന്ന സിമെൻറ്റും കമ്പിയും അതുപോലെ തന്നെ കല്ലോ അതുപോലെ തന്നെ ഓടായാലും എന്ത് തന്നെയായാലും അതിൻ്റെ തറയായാലും അതിൻ്റെ വാർപ്പായാലും ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ എല്ലാം മനസ്സിലാവുള്ളൂ. അതിന് ഈ വീട് എടുക്കുന്ന ആൾക്കാരെ ഒരിക്കലും കുറ്റം പറയുകയില്ല. കാരണം അവർ അത് പൈസയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ വീട് മോശം രീതിയിലൊന്നും അവരെന്തായാലും പണിത് വെക്കൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തു തന്നെ ആയാലും ഏത് വീടായാലും നമ്മൾ എങ്ങനെ ചെയ്താലും ഇപ്പോൾ ചെറിയ ചോർച്ചയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിനും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ കല്ലിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എന്ത് തന്നെയായാലും സിമെൻ്റ് ആയാലും അല്ലെങ്കിൽ മറ്റു മെറ്റൽ കാര്യങ്ങളായാലും നമ്മൾ വീട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ പ്രശ്നങ്ങളാവാം. അങ്ങനെയൊക്കെ എന്തായാലും ഉണ്ടാവും. ഒരു പോരായ്മ ഇല്ലാണ്ട് എന്തായാലും ഒരു വീട് ഉണ്ടാവില്ലല്ലോ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്ത വീടാണല്ലേ. അത് ഈ ഒരു തരത്തിലേക്കായി എന്നൊക്കെ പറയുമ്പോൾ അത് മോശമായ കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വിളിച്ചു പറയേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതിന് ശേഷമായിരിക്കണം രേണു സുധിയുടെ അച്ഛനും എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നു കിച്ചുവിനും റിതപ്പനും കൂടിയുള്ള വീടാണത്, അല്ലാണ്ട് രേണു സുധിയുടെ വീടല്ല അത്. അവളുടെ അച്ഛനെയും അമ്മേനെയും അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു, അവളുടെ ഏച്ചിനെയും ഹസ്ബൻഡിനെയും അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു. അതിനൊക്കെ നിങ്ങൾക്ക് എന്താന്ന്? നമ്മളായാലും നമ്മളുടെ ഫാമിലിയിൽ വാടകയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ നമ്മളെ കൂടെ നമ്മൾ അച്ഛനെയും അമ്മേനെയും ഒക്കെ നമ്മൾ കൂട്ടും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയായാലും അച്ഛനായാലും നമുക്കേ സപ്പോർട്ടും ചെയ്യുകയുള്ളൂ അല്ലേ. അപ്പോൾ ആ വീട്ടിൽ കണ്ട കാര്യങ്ങളാണ് അച്ഛൻ തുറന്നു പറയുന്നത്. അയാൾ ചൂടായതിന് നമുക്ക് ദേഷ്യപ്പെടാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് ദാനം കിട്ടിയ സാധനമായാലും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് പറഞ്ഞു പോകും എന്തായാലും. പിന്നെയെന്ന് പറഞ്ഞാൽ പറഞ്ഞത് കുറച്ച് കൂടുതലായിട്ടുണ്ടാവാം, എങ്കിലും ഇത് അവർ 2 പേരും കൂടി തീർക്കേണ്ട പ്രശ്നമായിരുന്നു. അതാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം എത്തിയിട്ട് അവർ പരസ്പരം എല്ലാവരും കുറേ നാറി കുറേ അനുഭവിച്ചു എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. രേണുവിൻ്റെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണിത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. രേണുവിൻ്റെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയായ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവിടെ വല്യമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്. അവരവിടെ താമസിച്ചുണ്ട്. അവൻ അവിടെ നിന്ന് പഠിക്കുന്നത്. ഞങ്ങളാരും കിച്ചുവിനെ അങ്ങോട്ട് പോകേണ്ടത്, നീ അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല. ഫ്ലവേഴ്സുകാർ അതെല്ലാം സത്യം അറിയാം. 24കാരാണ് അവൻ അവിടെ വീട്ടിൽ പഠിപ്പിക്കുന്നത്.
അതിനാണ് ആൾക്കാർ അവനും അറിയാം, ഞങ്ങൾ അവനെ ഓടിച്ചിട്ടില്ല, അത് അവനെ അറിയാമല്ലോ. അവനിവിടെ ഞങ്ങൾ താമസിക്കേണ്ടത് പറഞ്ഞിട്ടില്ല കേട്ടോ, അവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞിട്ടില്ല ഇവിടെ താമസിക്കരുതെന്ന് കിച്ചു പറഞ്ഞിട്ടില്ല, അവൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല. പിന്നെ നാട്ടുകാർക്കും ഇതുപോലെയുള്ള ആൾക്കാർക്കുമാണ് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് വന്ന് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പം ഇവരെ ഇട്ടിട്ടും പോകാൻ മേല. മാനസികമായിട്ട് എനിക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. അപ്പം മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ സാരമില്ല, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് അതുപോലെ തന്നെ ഈ വീട് കൊടുത്തവർ പറയുന്നുണ്ട് അത് അവിടുന്ന് വേണമെങ്കിൽ ഇപ്പോൾ പൊളിച്ചുകൊണ്ട് പോകാനും നമ്മൾ തയ്യാറാണ്, നമ്മളങ്ങനെ മോശമാണ് ചെയ്തു വെച്ചത്, നമ്മൾ പൊളിച്ചുകൊണ്ട് പോകാനും തയ്യാറാണെന്നൊക്കെ പറയണം. നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്? നിങ്ങൾ ആ 2 കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വീട് നിങ്ങൾ എന്തൊക്കെയാണ് പൊളിച്ചുകൊണ്ട് പോകുന്നത്? നിങ്ങളത് ക്വാളിറ്റിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അത് പൊളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കണം? നിങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ആ കുട്ടികൾക്കാണ്, രേണുവിനല്ല നിങ്ങൾ വീട് കൊടുത്തത്. പിന്നെ ഈ 2 കുട്ടികൾക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? രേണുസുതി ഇല്ലാതെ അവിടെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെയുള്ളത് ഇപ്പോൾ ഒരു തെറ്റാണോ അത്? അവർ പ്രായമായ ആൾക്കാരാണ്, അച്ഛന് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും ഒരു വല്ലാത്തൊരു ആക്രമണം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രായമായ അച്ഛനായാലും അമ്മയായാലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് അങ്ങനത്തെ ഒരു ഇതിലൊക്കെ പോകുന്നത്? ആ പ്രായമായ അസുഖമുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്, ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ്. തിരിച്ചങ്ങോട്ടും നല്ലോണം പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ആയിരിക്കുമല്ലോ അവരിങ്ങോട്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടാവുന്നത്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് 2 പേർക്കും മാത്രമേ അറിയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. പക്ഷേ ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, ആ പ്രായമായ ആൾക്കാർ വന്നിട്ട് അവരുടെ വിഷമം പറയും. ഇവിടെ ഒരു വാടക വീട്ടിലൊക്കെ താമസിച്ച് കുറേ കാലമൊക്കെ താമസിച്ച് ഒരു വീട് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് മാറുക എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാരെയൊക്കെ കൂട്ടി പോകുന്നത് അത്ര വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. പിന്നെ കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ ഏട്ടനും അതുപോലെ തന്നെ ഏട്ടൻ്റെ ഭാര്യയും മക്കളും അതുപോലെ തന്നെ ഒരു അച്ചാമ്മയും ഒക്കെ ഉണ്ട്. അവർ നല്ല മനുഷ്യരാണ്, അവർ നല്ല പോലെ തന്നെ കിച്ചുവിനെ നോക്കും. നമുക്ക് കിച്ചുവിൻ്റെ വീഡിയോസിൽ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ തന്നെ അവർ നല്ല ആൾക്കാരാണ്. അവൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാണപ്പോൾ ഈ പറയുന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ? കിച്ചു എവിടെ ജീവിക്കണം എന്നുള്ളത് അവനല്ലേ തീരുമാനിക്കണം. എന്തായാലും കിച്ചുവിനും റിതപ്പനും കൂടിയാണ് ആ വീട് കൊടുത്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ക്വാളിറ്റി എന്തായാലും ആ വീട്ടിന് ഉണ്ടായിരിക്കണം. ആ സ്ഥലം കൊടുത്ത ബിഷപ്പായാൽ പോലും എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ കൊടുത്ത സ്ഥലം കൊടുത്തു, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. നല്ല രീതിയിലാണ് ആ ബിഷപ്പ് അടക്കം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീടെടുത്ത് കൊടുത്തവർ ഒരിക്കലും ഭീഷണിയുടെ സ്വരമൊന്നും മുഴക്കാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും ചോർച്ചയോ അല്ലെ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ട കടമയുണ്ട്. അതുപോലെ തന്നെ വീട്ടിനൊന്നും രജിസ്ട്രേഷനൊന്നും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും കൃത്യമായ രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു കാർഡായാലും റേഷൻ കാർഡൊക്കെ അവർക്ക് ഉണ്ടാക്കണ്ടേ. ആ കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് ആവശ്യമില്ലേ, പല ഇതും വേണം, നമ്പർ പോലും കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ ഒരു മോശമായ കാര്യങ്ങൾ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റൂല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. അതിനൊരുപാട് പൈസയൊക്കെ ചിലവാകുമെങ്കിൽ അതിനുള്ള പൈസ കൂടി കൊടുത്ത് സഹായിക്കാൻ മനസ്സുള്ളവരുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറയുന്നത് അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ പോലും പോയിട്ട് ചെയ്യാൻ വേണ്ടി കയ്യിലെ വീട് നമ്മൾ എടുത്തു കൊടുത്തില്ലേ, രജിസ്ട്രേഷൻ അവരല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ അറിയാഞ്ഞിട്ടായിരിക്കുമോ? കാരണം പുറത്തേക്കൊക്കെ എങ്ങനെ ഇറങ്ങി ചെല്ലുന്നില്ല, നമുക്കൊന്നും അറിയില്ല. നമ്മൾ പറഞ്ഞാൽ വീട്ടിലുള്ള ആണുങ്ങളും അങ്ങനെയുള്ളവരൊക്കെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ വീട് എടുത്തുകൊണ്ട് നിങ്ങളാണ് അത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർ ചെയ്യാതിരുന്നിട്ടുണ്ടാവും. ഇതൊന്നും ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി കുത്തിപ്പോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കേട്ട് നോക്കൂ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൂടായിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഒരാൾ മാത്രം വിചാരിച്ച ഇതുപോലെ ചൂടാവാൻ പറ്റില്ലല്ലോ. ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ എല്ലാവരും. ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. ഇദ്ദേഹത്തിന് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത്, ഇയാള് പറഞ്ഞ കള്ളം എവിടെ നനഞ്ഞെന്ന് പറഞ്ഞില്ല. അവർക്ക് അറിയാമോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? അപ്പോൾ പ്രിയപ്പെട്ടവർ, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇഷ്ടമുള്ളവർ, ഇത് കേട്ടിട്ട് എതിർപ്പുള്ളവരുണ്ടാവാം, നല്ലത് പറയുന്നവരുണ്ടാവാം. എന്ത് തന്നെയായാലും നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രായമായ അച്ഛനെയും അമ്മയും അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അതൊരിക്കലും ആരും പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പ്രായമായ ആൾക്കാരാണ്. പിന്നെ അവർ കുട്ടിയെ ആരാണ് നോക്കുക, അതായത് ഈ റിതപ്പനെ ആരാണ് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് അമ്മയല്ലേ നോക്കേണ്ടത്, അതേടെ രേണു തന്നെയാണ് നോക്കേണ്ടത്. രേണു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുടുംബം നോക്കാനുള്ള പെടാപ്പാട് വിടുവാണ്. ആ കുട്ടി ഷൂട്ടിങ്ങിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ കുഞ്ഞു മോനെ നോക്കാൻ വീട്ടിൽ അമ്മമ്മയും അച്ചാച്ചൻ തന്നെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം തന്നെയാണ് ഇത്. രേണുവിൻ്റെ വീട്ടിൽ മാത്രമൊന്നുമല്ല. നിങ്ങൾ അതിമ്മണ് പിടിച്ച് കയറല്ലപ്പാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.
എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.